നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടുത്തെ പാർക്കിങ്ങിലാണ്. അപ്പോൾ ഇതൊരു 3 നില ബിൽഡിങ്, ഇത് ഫുള്ള് പാർക്കിങ്. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഉള്ളത്. ഈ പാർക്കിങ്ങാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അട്ടാരി വാഗ ബോർഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ബോർഡറിൽ പോയി പരേഡ് കാണണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഏറ്റുമാനൂർ കുറവലങ്ങാടുള്ള കൃഷ്ണപ്രസാദ്. അപ്പം നമുക്ക് കൃഷ്ണപ്രസാദിനെ കൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ. അപ്പം കണ്ണൻ എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയത്തുള്ളൂ കേട്ടോ, നമ്മളും നാട്ടുകാരും ഇവിടെ ഉള്ളവരും എല്ലാവരും. അപ്പം ചണ്ഡീഗഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ പോയേക്കാം നമുക്ക്. അതെ, കറങ്ങി വരാം. അപ്പം നമ്മൾ 3ാമത്തെ നിലയിൽ നിന്ന് ഇറങ്ങി 2ാമത്തെ നിലയിൽ വന്നു. ഇത് പാർക്കിങ്ങിന് വേണ്ടി തന്നെയുള്ള ഒരു ബിൽഡിംഗ് ആയത്. ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതെ. എത്ര പാർക്കിങ്ങിന്? 30 രൂപ ഉള്ളൂ കേട്ടോ. ഇത് ഈ ഫ്ലൈ ഓവറിൽ കൂടെ വന്നാൽ ഈ പാർക്കിങ്ങിൻ്റെ ബിൽഡിങ്ങിലേക്ക് കയറുന്നത്. നമ്മൾ താഴെ നിന്നപ്പം കണ്ടില്ലായിരുന്നു മുമ്പ്. കണ്ണനെ വന്നപ്പം വിദ്യയും കുട്ടികളെയും കൂടെ കൊണ്ടുവരണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കണ്ടിട്ട് പോകാമായിരുന്നല്ലോ. ചേച്ചി വിദ്യക്ക് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ പിള്ളേരുടെ സ്കൂളും ഉണ്ട്, ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പം 2 മണി വരെയാണ് ക്ലാസ്. 2-2:30 ആകുമ്പോഴത്തേക്ക് അവർ വരും. അപ്പം വിദ്യ ഡ്യൂട്ടി കഴിഞ്ഞാൽ സമയത്ത് വരും. വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. വീക്കെൻഡൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. ഇനിയിപ്പോൾ ഒരു അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം അല്ലേ? ചേച്ചി ചണ്ഡീഗഡ് ഒരു ട്രിപ്പ് എടുത്ത് പോവാ നമുക്ക്. അതെ, ചണ്ഡീഗഡ് മിക്കവാറും വരുമ്പോഴാട്ടെ ചണ്ഡീഗഡ് നമുക്ക് കറങ്ങാം. ചെറിയൊരു ലോഡല്ലേ? അതെ, ഉള്ളി സവോള തന്നെയല്ല അത്. ആണോ? ഫ്രണ്ടിലിരിക്കുന്നത് അതെ അല്ലേ? 2 സൈസ് ചാക്ക് 2 സൈസ് ആണെന്നേ ഉള്ളൂ. അമൃത്സർ റെയിൽവേ സ്റ്റേഷനാണ് അവിടുത്തെ തിരക്കായത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. അതാ ഇവിടെ ഭയങ്കര തിരക്കാണ്, ട്രാഫിക്കാണ്. കുറച്ച് നേരത്തേനൊന്ന് ഡ്രൈവർ മാറി പോയേക്കാം. അട്ടാരി ബോർഡർ ഏകദേശം ഇവിടുന്ന് ഇനി ഒരു 20 കിലോമീറ്റർ കാണുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? കുഴപ്പമില്ല. ഇനി അട്ടാരി ബോർഡറിലേക്ക് 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡിൽ നേരെ പോയാൽ നമുക്ക് വേണേൽ പാകിസ്ഥാനിലേക്ക് പോകാം അല്ലേ? ലാഹോറിലേക്ക് പോവാം. ലാഹോർ 23 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അട്ടാരി ബോർഡറിലെത്തി. അപ്പോൾ ഇനി നമുക്ക് പരേഡ് കാണാനായിട്ട് പോകാം. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്കാണ് ബോർഡർ സെറിമണി നടക്കുന്നത്. തണുപ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ്. അല്ലെങ്കിൽ സാധാരണ നല്ല തിരക്ക് കാണുന്നതാണ്. നമുക്ക് VIP പാസ് കിട്ടിയതുകൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്പുറം ഒരു 1/2 കിലോമീറ്റർ അപ്പുറേ പാർക്ക് ചെയ്തിട്ട് നടന്നു വരണം ഇങ്ങോട്ട്. നമ്മുടെ ഇന്ത്യയുടെ ഗേറ്റാണ് കാണുന്നത്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ പതാക നന്നായിട്ട് പാറിക്കളിക്കുന്നു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് JCP അട്ടാരി. JCP അട്ടാരി മൈ പ്രൈഡ്, ഐ ലവ് മൈ ഇന്ത്യ. ഇവിടെ BSFൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് 10 രൂപ. ആ മ്യൂസിയം നല്ല ഒറിജിനാലിറ്റി അല്ലേ എന്ന് ഞാൻ അടുത്ത് തോക്കും കൊണ്ട് നിൽക്കുക ഇവിടെ ഒരാളോട്. ഞാനും അങ്ങനെ ഓർത്തായിരുന്നു. നമ്മുടെ BSFൻ്റെ നേട്ടങ്ങളുടെയും ചരിത്രത്തിൻ്റെയും വിവരണങ്ങളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അതുപോലെ ബങ്കറുകൾ, യുദ്ധക്കളങ്ങൾ, നമ്മുടെ ധീരപുത്രന്മാരുടെ തോക്കുകളുമായി യൂണിഫോമിലുള്ള ജീവൻ തുടിക്കുന്ന ശില്പങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കാശ്മീർ പോരാടുന്ന നമ്മുടെ പട്ടാളക്കാരുടെ ഒരു ഇതായിട്ടും, ഇത് ത്രിപുര, ഇത് രാജസ്ഥാൻ, ഇത് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൻ്റെ. ഈ മ്യൂസിയത്തിൽ മൊത്തം 8 ഗാലറികളാണ് ഉള്ളത്. ഒരേ സമയം ഏകദേശം 300ഓളം ആൾക്കാർക്ക് ഇവിടെ സന്ദർശിക്കാൻ സാധിക്കും. ഇത് ഓരോ യുദ്ധത്തിലും ഭീകരാക്രമണത്തിലുമൊക്കെ വീരമൃത്യു വരിച്ച് നമ്മുടെ ഹീറോസാണ് ഇവരെല്ലാം. കീർത്തിചക്രയും ശൗര്യചക്രയും വീർചക്രയൊക്കെ നൽകി രാജ്യം ആദരിച്ച് നമ്മുടെ നാടിൻ്റെ ധീരപുത്രന്മാരാണ് ഇവരെല്ലാം. നമ്മുടെ അതിർത്തി രക്ഷാസേനയിലെ നമ്മുടെ ജവാന്മാർ പല ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതും
പിന്നെ ഇപ്പോഴത്തെ ഹൈടെക് ആയുധങ്ങളുടെയൊക്കെ ശേഖരങ്ങൾ നമുക്കിവിടെ കാണാം. കൈവെക്കണോ? കൈവെക്കണോ? ആ ഇന്ന് തിരക്ക് കുറവാ പക്ഷേ കേട്ടോ. ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാഗ്രഹമായിരുന്നു വാഗാ ബോർഡറിലെ ബോർഡർ സെറിമണി കാണുക എന്നുള്ളത്. ശരിക്കും വാഗ എന്ന സ്ഥലം പാകിസ്ഥാനിലാണ്. പഞ്ചാബിൽ നമ്മുടെ ഇന്ത്യയുടെ ബോർഡറിൻ്റെ പേര് അട്ടാരി എന്നാണ്. പക്ഷേ എല്ലാവരും പറയുമ്പോൾ വാഗാ ബോർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോർഡറിലാണ് നിൽക്കുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ. അപ്പോൾ ഇത് ഈ കാണുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇതുണ്ട്, ഇത് ഈ 3 ഭാഗം ഇവിടെ ചെറിയൊരു കോർണർ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പാകിസ്ഥാനിൽ. ഫോട്ടോ എടുത്തോളാൻ അപ്പുറം നാളെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ, നീ അവിടെ എന്നാ പറയുന്നതെന്ന് അറിയാനേ. അവിടെ ആൾ നിൽപ്പുണ്ട് അപ്പുറം. ഇത് നമ്മുടെ ആളാട്ടോ നിൽക്കുന്നത്, നമ്മുടെ ആൾ അടുത്ത് നിൽപ്പുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ കൃഷിയൊക്കെ കാണുന്നത് ഇവിടെയൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്, ഈ സൈഡ് പാകിസ്ഥാനും. നമ്മളിപ്പോൾ 2 വർഷം മുമ്പ് ഒന്ന് ഇവിടെ വരെ വന്നില്ല. നമ്മൾ അട്ടാരി ബോർഡർ കാണാൻ വന്നിട്ട് കാണാൻ പറ്റാതെ പോയായിരുന്നു. അപ്പോൾ ആ സങ്കടം ഇന്ന് തീർന്നു. ലെ വാഗാ ബോർഡറാണ് ഈ കാണുന്നത്. 1949 വാഗാ ബോർഡറായി കാണുന്നത്. ആ സമയത്ത് ഇവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. 2001 ആയപ്പോഴത്തേനും ഇത് ഇത്രയായി.
हेलो दर्शकों की ध्यान दें, आप सभी दर्शकों से निवेदन है, कृपया राष्ट्रीय ध्वज उतारते समय ध्वज के सम्मान में अपने अपने स्थान पर खड़े हो जाएं। अब आप मेरे साथ 3 बार हिंदुस्तान जिंदाबाद का नारा लगाएंगे। हिंदुस्तान हिंदुस्तान जिंदाबाद जिंदाबाद।
निवेदन है, कृपया स्टेडियम के मुख्य द्वार के रास्ते जेसीबी अटारी परिसर से शांतिपूर्वक प्रस्थान करें। बीएसएफ की तरफ से जेसीबी अटारी पधारने के लिए हार्दिक धन्यवाद। जय हिंद, जय भारत। आप सभी को जेसीबी अटारी में ली गई फोटो। അപ്പോൾ പരേഡൊക്കെ നല്ല പോലെ കണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പം നമുക്കിനി പുറത്തേക്ക് പോകാമെന്നാ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ആദ്യമേ വന്നപ്പോൾ ഞാൻ ഓർത്ത് അധികം തിരക്കൊന്നും ഇല്ലെന്ന്. ഇതേ അട്ടാരി ബോർഡറിൽ നിന്ന് അമൃത്സറിലേക്ക് ഇതേ 30 കിലോമീറ്റർ ദൂരമുള്ളത്. അപ്പോൾ ഇതേ ഇവിടുന്ന് അട്ടാരി ബോർഡറിൽ നിന്ന് ലാഹോറിന് 22 കിലോമീറ്റർ ദൂരം. പോകാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ. നമ്മുടെ മലയാളി ഒരു ജവാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇവിടെ പരേഡിൽ പങ്കെടുക്കുന്ന ആളാണ്. അതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ പരേഡിൽ പങ്കെടുക്കുന്ന മലയാളിയായിട്ടുള്ള നമ്മുടെ ഒരേ ഒരാളാണ് സാറ്. സാറിൻ്റെ പേര് അനന്തകൃഷ്ണൻ. നാടെവിടാ? കൊല്ലം. ഇപ്പൊ എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? 2 വർഷം അല്ലേ? ആ, ഞങ്ങൾക്ക് പരേഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു വേറൊരു ലെവലാണത് ഇവിടുത്തെ പരേഡ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഞാനൊരു കേരളത്തിൽ നിന്ന് നമുക്ക് അത് വലിയൊരു അഭിമാനം. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളെന്ന് അറിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അഭിമാനമാണ്. കാരണം നേരത്തെ ഒന്നും ആരുമില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെ എന്തായാലും ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് നന്നായിട്ട് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കേട്ടോ. പിന്നെ ജനുവരി 26 ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പോകുന്നു, മുന്നോട്ട് പോകാനും പോകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ഒരു ലൈഫാണ്. എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്, പല തലങ്ങളിൽ നിന്നുള്ള കാണാൻ പറ്റും, പല തലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. എന്തായാലും അഭിമാനം തന്നെ. സോൾജിയർ ആവുന്ന എന്ന നിലയിൽ അഭിമാനം തന്നെ. അതെ അതെ, ഞങ്ങളാണ് ഇതിലേറെ അഭിമാനിക്കുന്നതെന്ന് പറയുന്നത്. താങ്ക് യു. സാറിൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. അപ്പോൾ തിരക്കൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലാഗാണ് നമ്മളീ കാണുന്ന അട്ടാരി ബോർഡറിലേത്. പറക്കുന്നു. ആ കാണുന്നതാണ് ട്രേഡ് ഗേറ്റ്. അതിലെയാണ് ചരക്ക് ഗതാഗതം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം വണ്ടികൾ അങ്ങോട്ട് അല്ലെങ്കിൽ കുറച്ച് ദൂരം കടന്നു പോകാമായിരുന്നു പണ്ട്. ഇപ്പം ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് വരുന്ന സാധനം ഇവിടെ ഇറക്കും, അടുത്ത് ഇവിടുന്ന് വണ്ടിയെ കയറ്റും, ഇങ്ങോട്ട് ഇന്ത്യയിലെ വണ്ടിയെ കയറ്റും, ഇവിടുന്ന് പോകുന്ന സാധനം അവിടുത്തെ വണ്ടിയിലും കയറ്റിക്കൊണ്ട് പോകും. അങ്ങനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന്. ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറൻ്റ് ഇത് കാണുന്നത്. അപ്പം നമ്മുടെ കൂടെ വന്ന സാറാണ് ഇവിടെ വന്ന് നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെല്ലാം ചെയ്ത്. അതെ. आपका नाम क्या जी? സുമിത് പ്രതാപ്. യു പി ആണ്. സാറിനൊരു വലിയൊരു താങ്ക്സ്. അപ്പോൾ നമ്മൾ അട്ടാരി ബോർഡറൊക്കെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാം. 2 പേര് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരു റൈസും ബാക്കി തവാ റൊട്ടിയും, ഒരു ചിക്കൻ ഫ്രൈ, ഒരു ചിക്കൻ കറിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അബദ്ധം പറ്റി. ഒരു ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞത് ഒരു പ്ലേറ്റ് നിറച്ചുകൊണ്ടായിരുന്നു. ഒരു കോഴിയുണ്ട്, അതുപോലെ തന്നെ ഒരു ചട്ടി നിറച്ചും കറിയുണ്ട്. ഒരു കോഴിയെ കറി വെച്ചുകൊണ്ടെന്ന് അതുപോലെ. അതെ, ബാക്കി ഒരു കാര്യം ചെയ്യാം, പാഴ്സൽ മേടിക്കാം. ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ, മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റില്ല. നിങ്ങളുടെ റൊട്ടിയോ വന്നോളാം, എൻ്റെ ചോറും ഒന്നുമില്ല. റൊട്ടി വേണ്ട, ഞാൻ ചോറിൻ്റോളാം. അല്ല, അതെ അന്നേരം ഒരു മിച്ചമില്ലായിരുന്നു. ചോറ് വരുന്നത് നിങ്ങളാരും കഴിക്കുമല്ലോ, പിന്നെ അത് വേസ്റ്റ് ആക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ ചോറ് ഇങ്ങനെ കൊണ്ടുത്തരും 1 കിലോ അരിയെങ്ങാനും. അച്ചാറും തേങ്ങ നമ്മുടെ കയ്യിലുണ്ട്. വണ്ടിയല്ലേ? ഇത് ചിക്കൻ റാറായോ കേട്ടോ. റാറ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയടാ. വലിയ പ്ലേറ്റ് നല്ല അറിയാം. അല്ല, വലിയ പ്ലേറ്റ് കഴിച്ചാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ പരേഡൊക്കെ കണ്ട് ഫുഡും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചതേ വീണ്ടും ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇന്ന് പരേഡൊക്കെ അത്രയും അടുത്ത് കാണാൻ പറ്റിയതിന് നമ്മൾ പ്രത്യേകിച്ച് 2 പേരോടാണ് നന്ദി പറയേണ്ടത്. അപ്പം നമ്മുടെ കണ്ണനോടും പിന്നെ ഒരാളോടും കൂടെ. അപ്പോൾ ഒരാൾ നമ്മുടെ റിട്ടയർ IPS ഓഫീസറായ മഹേഷ് കുമാർ സിംഗ്ല സാറാണ്. അപ്പം സാറിനോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. സാറ് കണ്ണൻ്റെ ഫ്രണ്ടാണ്. കണ്ണൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നതൊക്കെ ചണ്ഡീഗഡിൽ.
അപ്പോൾ പിന്നെ വിദ്യയോടും മക്കളോടും ഒക്കെ അന്വേഷണം പറയണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇനി വീട്ടിൽ വരിക. നമ്മളിപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോവാണ്. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ വരിക. ഉറപ്പായിട്ട് ഇനി അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ നീ ഏറ്റുമാനൂരോട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വന്നേക്കണം. അതെ അതെ, സത്യം. അപ്പം എന്നാൽ ശരി. ഓക്കെ, ശരി, ബൈ. ബൈ. വീട്ടിൽ വിളിക്കാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ, ഞങ്ങൾ കുറവലക്കാട് വഴി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അമ്മയൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ടോളാം. അപ്പോൾ ഇന്ന് നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ഇന്നും കൂടെ സ്റ്റേ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ അമൃത്സറിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.